നമസ്കാരം. ഇന്ന് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വീഡിയോ സീരീസിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ആൾക്കാരായിട്ട് ഒരു സീരീസ് ഇറക്കുന്നത്. കാരണം വുമൺസ് ഡേ വരെയാണ്. വുമൺസ് ഡേ മാർച്ച് 8 എനിക്ക് അവർ മാർച്ച് 8 എനിക്ക് ഈ വീഡിയോ റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എൻ്റെ ഓഫീസിലത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസിൻ്റെ ഒപ്പമാണ് ഞാനുള്ളത്. അപ്പോൾ വിവിധ പ്രായത്തിലുള്ള നല്ല എൻ്റെ കൊളീഗ്സ് എല്ലാവരും എൻ്റെ ഒപ്പമുണ്ട്. ഇതിനേക്കാളും കൂടുതൽ കൊളീഗ്സ് എൻ്റെ ഒപ്പമുണ്ട്. എന്നാലും ഇവരൊക്കെയാണ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് തയ്യാറായി വന്നത്. അപ്പം ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ലൈഫിൽ പൈസനെ സംബന്ധിച്ച്, ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച്, സേവിങ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എന്നോട് ചോദിക്കുന്നു. അത് എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഉത്തരം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത്തരം ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നമ്മുടെ സൊസൈറ്റിയിലുള്ള മറ്റുള്ള പെൺകുട്ടികൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ആൻസർ കിട്ടിയിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടി അവരുടെ ലൈഫിൽ മുന്നോട്ട് പണമൊക്കെ മാനേജ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ എന്തെങ്കിലും ഒരു പ്രചോദനം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരെയും പേരെടുത്ത് പരിചയപ്പെടുന്നില്ല. എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ ഒന്ന് നിങ്ങളുടെ പേര് കൂടി പറഞ്ഞിട്ട് പറയണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കും നിങ്ങൾക്ക് ആരൊക്കെയാണെന്നുള്ളത്. That's good. Okay, അപ്പോൾ താങ്ക് യു എല്ലാവർക്കും ഇന്ന് എൻ്റെ കൂടെ കൂടിയതിന്. എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ വർക്കിംഗ് വുമൻസ് ആണ് അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ട് കല്യാണം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫിനും സെപ്പറേറ്റ് ആയിട്ടൊരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഹസ്ബൻഡിനും വൈഫിനും കൂടി കോമൺ ആയിട്ടൊരു അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിൽ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടി ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് പോകാൻ പറ്റില്ലേ? ശരിക്കും ഉള്ള ക്വസ്റ്റ്യൻ, ഹസ്ബൻഡിന് ജോലിയുണ്ട്, വൈഫിന് ജോലിയുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെ പൈസ മാനേജ് ചെയ്യാം, പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതാണ് ശരിക്കും ഇത് നമ്മുടെ തന്നെ ഒരു ക്ലയൻറ്റ് ഓസ്ട്രേലിയയിലുള്ള ഒരു കപ്പിൾസ് ഫിനാൻഷ്യൽ പ്ലാനിങ് വന്ന ടൈമിൽ അവരിൽ നിന്ന് കേട്ട ഒരു കാര്യമുണ്ട്. എനിക്ക് മനസ്സിലായ കാര്യത്തിൽ അവിടെ ഇങ്ങനെ ചെയ്യുന്നത് മിക്ക ആൾക്കാരും ഹസ്ബൻഡിന് വൈഫ് വർക്ക് ചെയ്യാൻ ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് സാലറി കിട്ടും, രണ്ടുപേർക്ക് ചിലപ്പോൾ ഈക്വലായിരിക്കും സാലറി കിട്ടുന്നത്, ചിലപ്പോൾ ഒരാൾക്ക് കൂടുതലൊക്കെ കിട്ടും. അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഇവർക്ക് സാലറി കിട്ടുന്ന ഒരു പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും അത്. പക്ഷേ അവർക്കൊരു കോമൺ അക്കൗണ്ട് ഉണ്ട്, ജോയിന്റ് അക്കൗണ്ട്. അതിലേക്ക് അവർ എല്ലാ മാസവും നിശ്ചിത പൈസ മാറ്റി വയ്ക്കും. എന്നിട്ട് അതിൽ നിന്നാണ് വീട്ടിൽ ചെലവ്, കോമൺ ആയിട്ടുള്ള ചിലവുകളെല്ലാം നടക്കുന്നത്. അതേപോലെ കോമൺ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അതിൽ നിന്നാണ് നടക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും, അവർക്ക് അതിൽ നിന്നുള്ള സ്പെൻഡിങ്സ് ഉണ്ടാവും. അത് രണ്ടുപേരും അങ്ങോട്ടും ചോദിക്കുന്നില്ല. അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അങ്ങോട്ട് ചോദിക്കണമെന്നുള്ളത് ഓരോ ഹസ്ബൻഡിനും വൈഫിന്റെ ഇഷ്ടം. പക്ഷേ ഇതേമാതിരി മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ, ഒന്ന്, രണ്ടുപേർക്കും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ആ ജോയിന്റ് അക്കൗണ്ടിൽ ഇപ്പം നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഒരു ടൂർ പോകണം, അതാ ജോയിന്റ് അക്കൗണ്ടിൽ നടത്താം. ഇനി കോമൺ ആയിട്ട് രണ്ടുപേർക്ക് റിട്ടയർമെന്റ് എടുക്കണം, അതാ ജോയിന്റ് അക്കൗണ്ടിൽ നടത്താം. ഇനി അതേമാതിരി തന്നെ ആസ് എ വൈഫ്, ആസ് എ വുമൺ, നിങ്ങൾക്ക് നിങ്ങളുടെ പെൺകുട്ടികളുടെ ഫ്രണ്ട്സിനായിട്ട് ഒരു ദുബായ് ടൂർ പോകണം, അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളെ ജോയിന്റ് പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് മാനേജ് ചെയ്യാം. അങ്ങനെ മാനേജ് ചെയ്ത് വളരെ നന്നായിരിക്കും. കിട്ടില്ലേ? ഓക്കെ. ഹായ് നിഖിൽ, എൻ്റെ പേര് പ്രിയാണ്. ഞാൻ കംപ്ലൈൻസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ വർക്കിംഗ് വുമൻസിന് ഓൾറെഡി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫ്രീഡത്തിന് വേണ്ടി ഒരു റെഗുലർ ഇൻകം ഉണ്ട്. പക്ഷെ അതേപോലെ ഇവിടെ അനദർ സെറ്റ് ഓഫ് വുമൻസ് ഉണ്ട്, ഹൗസ് വൈഫായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അവർക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫ്രീഡം ചെയ്യാൻ വേണ്ടി എന്ത് അഡ്വൈസാണ് അവർക്ക് കൊടുക്കുന്നത്? അവരെന്ത് സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യുന്നത്? ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒന്ന്, വർക്കിംഗ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്, വർക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒന്ന്, അവർക്കൊന്നില്ലെങ്കിൽ എന്തെങ്കിലും ഹോബിയൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണമെങ്കിൽ വളരെ നല്ലത്. ഇപ്പോൾ ഒട്ടുമിക്ക എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വുമണിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ട്യൂഷൻ വരെ കൊടുക്കുക. ഇപ്പോൾ ഓൺലൈൻ ട്യൂഷൻ കൊടുക്കേണ്ട അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതൊന്ന്, ഇനി അതിന് സമയമില്ലാന്നുണ്ടെങ്കിൽ പറ്റുമ്പോൾ വീട്ടിലിരിക്കാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഒരു പോക്കറ്റ് മണി കിട്ടണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ആരാണോ ഇത് കേട്ടുകൊണ്ടിരിക്കണ ഹസ്ബൻഡ്സ്, അവരൊക്കെ ഡെഫിനറ്റ്ലി ഒരു നിശ്ചിത ശതമാനം ഒരു പോക്കറ്റ് മണി ആയിട്ട് വൈഫിന് കൊടുക്കുകയാണെങ്കിൽ ആ പൈസയൊന്നും വൈഫ് ചെയ്യേണ്ട കാര്യം വെച്ചാൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളും അതിൽ നിന്ന് നിൽക്കണം. അതേമാതിരി അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള പൈസയും കൂടി മാനേജ് ചെയ്യണം. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഒരു വുമൺ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മെൻ പുറത്ത് പോയിട്ട് ജോലി എടുക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു കുട്ടീനെ നോക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ഒരു ബേബി സിറ്റർ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഏജ്ഡ് പാരൻസ് ഉണ്ടെങ്കിൽ അവരെ നോക്കാനുള്ള ഒരു ഹോം നേഴ്സിന് എത്ര കൊടുക്കണം, ഒരു കുക്കിന് എത്ര കൊടുക്കണം. അത് പറഞ്ഞതിലും കാശ് ഇപ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് 25,000 രൂപയാണ് ഒരാളുടെ ശമ്പളം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാത്തിനെയും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മൊത്തം കിട്ടുന്ന ശമ്പളം വൈഫിന് കൊടുക്കണം എന്നല്ല പറഞ്ഞത്. ഈ രണ്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്
വൈഫിനുണ്ടാവണം, ഹസ്ബൻഡിനുണ്ടാവണം. ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ നല്ലൊരു ഒരു പോക്കറ്റ് മണി വൈഫിന് കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഇനി അതല്ല, അവരുടെയൊക്കെ ഒരു മിക്ക ഹൗസ് വൈഫിനും ഒരു കുട്ടികളൊക്കെ വളർന്ന് ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ അവർ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ ഫ്രീ ടൈം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് അവർക്ക് അവരുടെ ഹോബി കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഡിജിറ്റലി ഒത്തിരി ചെയ്യാൻ പറ്റിയ ബിസിനസ്സുകളും പാർട്ട് ടൈം ജോബുകളൊക്കെ ഉണ്ട്. അതും ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻകം കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. താങ്ക് യു സന്തോഷം. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കണം. ഓക്കെ, എന്റെ പേര് ഉണ്ണിമായ. എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പോക്കറ്റ് മണി ഉണ്ടാവുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. ഇൻ കേസ് എല്ലാ വുമൻസിനും അങ്ങനെ ഒരു പോക്കറ്റ് മണി ഉണ്ടെങ്കിൽ അത് ഡിഫറെന്റ് ടൈമിൽ ഡിഫറെന്റ് എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അത് സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്താണ്? സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് ഒന്ന് സേവിങ്സ് അക്കൗണ്ട്. എല്ലാ വുമണിനും സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഫസ്റ്റ് കാര്യം. ചില ആൾക്കാർക്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പം ആ അക്കൗണ്ട് ഉണ്ടാവാൻ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് പൈസ വയ്ക്കാനുള്ള ആദ്യത്തെ കാര്യം. ഇനി സ്റ്റാർട്ട് ഓഫ് വിത്ത് നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് അതിൽ കൂടെ തന്നെ എല്ലാ സ്ത്രീകൾക്കും ഗോൾഡ് വാങ്ങാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഗോൾഡ് ഫിസിക്കലായിട്ട് വാങ്ങണേക്കാൾ നല്ലത് ഗോൾഡ് ETF ആയിട്ട് നമുക്ക് വേണ്ടിക്കാൻ വാങ്ങി വയ്ക്കാൻ പറ്റും. അതൊക്കെ ഇവൻ 70 രൂപ 60 രൂപയ്ക്ക് ഒരു ഗോൾഡ് വാങ്ങി വയ്ക്കാൻ പറ്റും. നമ്മുടെയൊക്കെ ലൈവ് ഗോൾഡൊക്കെ ഒരു സ്ത്രീ വിളിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പ്രായമായിട്ടുള്ളൊരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് അവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഗോൾഡ് ETF വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ അവർ നല്ലൊരു ഗോൾഡ് ETFിന്റെ പൈസ അവർക്ക് സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞ 50-ാമത്തെ 60-ാമത്തെ വയസ്സിൽ എനിക്കിപ്പോഴും ചെയ്യാമെന്ന് മനസ്സിലായത് വളരെ സന്തോഷം. അപ്പോൾ ഇതെല്ലാവരും നമുക്ക് ചെറിയ ചെറിയ എഫേർട്ട് ആണെങ്കിലും അത് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സംതിങ് ക്യാൻ ബി ബെറ്റർ. ഇത് ജസ്റ്റ് സ്റ്റാർട്ട്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. എൻ്റെ പേര് രശ്മി. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ഓരോരുത്തരുടെയും സാലറി ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മുടെ സാലറിയുടെ എത്ര പെർസെൻറ്റേജ് നമ്മൾ സേവ് ചെയ്യണം, എത്ര നമ്മൾ സ്പെൻഡ് ചെയ്യണം, ഒരു റേഷ്യോ ഏകദേശം? ഓക്കെ, ഇതിൽ റേഷ്യോ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും കുടുംബ പശ്ചാത്തലങ്ങളുടെ എക്സ്പെൻസ് വ്യത്യാസമായിരിക്കും. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒട്ടും സേവ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു 75% ചിലവ് നിർത്താൻ നോക്കാം. എന്നിട്ട് ഈ 25% ബാക്കിയുണ്ടല്ലോ അതിൽ ഒരു 15% സേവ് ചെയ്യുക. അത് സേവിങ്സ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഒരു നെറ്റ് ഫണ്ട് പോലത്തെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിന് അധികം ഗ്രോത്ത് ഒന്നും കിട്ടില്ല, പക്ഷെ അവിടെ സ്റ്റേബിൾ ആയിട്ട് അവിടെ ഇരുന്നോളും. അത് എമർജൻസി ഫണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി 10% നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അത് 5 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുന്ന അവിടത്തിലൊക്കെ ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യണ ആളാണെന്നുണ്ടെങ്കിൽ അത് 50-50 ആയിട്ട് കുറയ്ക്കാം. 50 ചിലവിൽ നിർത്തുക, ബാക്കി 50 ഇൻവെസ്റ്റ് ചെയ്യാനും സേവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇതാണ് ഒരു ബേസിക് സ്റ്റാർട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, ഇൻകം കൂട്ടാൻ വല്ല വകുപ്പുണ്ടാകും. പ്രൊമോഷൻ കിട്ടാനായിട്ട് കുറച്ചും കൂടി നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും, അങ്ങനെ ഇൻകം കൂട്ടാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈഡ് ഇൻകം കൂട്ടാനായിട്ട് വല്ല വകുപ്പുണ്ടാകും, അതേമാതിരി എക്സ്പെൻസ് കുറയ്ക്കാൻ വല്ല വകുപ്പുണ്ടാകും. അത് ചെയ്യാനായിട്ട് തയ്യാറാവാം. അങ്ങനെ അറിയാതെ നമ്മളറിയാതെ സേവിങ്സും ഇൻകവും. താങ്ക് യു. നമ്മളെല്ലാവരും ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളത് ഇപ്പൊ എക്സാമ്പിളായിട്ട് പറയുന്നത് ഒരു വീട് വെക്കാനായിട്ട്, അപ്പൊ വീട് വെക്കുമ്പോഴേക്കും നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്തുകൊണ്ട് വീട് പണിയണോ, അതല്ലെങ്കിൽ നമ്മളൊരു ലോൺ എടുത്തുകൊണ്ട് വീട് പണിയുന്നതാണോ ബെറ്റർ, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ഗോൾഡ് കാര്യങ്ങളുണ്ട് അത് വിറ്റിട്ട് ചെയ്യുന്നതാണോ ബെറ്റർ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഇത് ശരിക്കും ഇതെല്ലാവരും കേസ് ടു കേസാണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് വീട് പെട്ടെന്ന് ഉണ്ടായേ പറ്റും. ഇപ്പൊ ചില ആൾക്കാർക്ക് വീട്ടിൽ നിൽക്കുകയാണ്, അവർക്ക് പെട്ടെന്ന് മാറി താമസിക്കണം, അങ്ങനെ വീട് ഉണ്ടായേ പറ്റും. പക്ഷെ അവരുടെ ക്യാപിറ്റൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഗോൾഡ് ഒക്കെ ഉണ്ടെങ്കിൽ വിറ്റ് വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. ഇറ്റ്സ് ഗുഡ്. ഇവൻ ലോൺ എടുക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷെ ചിലപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിലേ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് കുറച്ച് ആൾ റെന്റിൽ താമസിച്ചിട്ട് അങ്ങനെ ഡിലേ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു കേസ് ടു കേസ് നമ്മൾ എപ്പോഴും നോക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം എത്രയാണ്, എക്സ്പെൻസ് എത്രയാണ്, അതിൽ റെന്റിൽ ഇപ്പോൾ താമസിച്ച കുഴപ്പമില്ലേ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ നോക്കേണ്ട കാര്യം നമ്മുടെ അടുത്ത് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാകുന്ന ആദ്യം വയ്ക്കുക. നമ്മുടെ എക്സ്പെൻസ് എത്രയാണ് അതിൻ്റെ 6 മാസം നീക്കി വയ്ക്കുന്ന പൈസ ഉണ്ടാവുക. പിന്നെ നമ്മുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു പൈസ ഡൗൺ പേയ്മെന്റ് കൊടുക്കാനായിട്ട് ഉണ്ടാകും നോക്കാം. പിന്നെ ഈ EMI വരുന്ന പൈസ, ഈ ലോൺ എടുക്കുകയാണെങ്കിൽ EMI വരുന്ന പൈസ ടോട്ടൽ ഇൻകത്തിന്റെ 25% നിൽക്കുമെന്ന് നോക്കാം. അങ്ങനെയൊക്കെ ഒരു കുറച്ച് ബെസ്റ്റ് പ്രാക്ടീസസ് നോക്കിയിട്ട് വീട്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതിന് സൗമ്യക്കറിയാം, ഇതിൽ നമുക്ക് ഒരു ഫാമിലി ആയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്തിട്ട് പിന്നെ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇതാണ് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. ഹായ്, എൻ്റെ പേര് ശ്രീകല. ഞാൻ എക്സിസ്റ്റിംഗ് ക്ലയൻസിന്റെ റിവ്യൂ ടീമിനെ മാനേജ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കുടുംബശ്രീ പോലുള്ള സംഘങ്ങളുണ്ട്. അപ്പോൾ
ആ സ്ത്രീകളുടെ പൊതുവായിട്ടുള്ള ധാരണ അവർക്ക് അതിൽ നിന്ന് ഇൻകം കിട്ടും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ചിലർ സംരംഭങ്ങൾ തുടങ്ങാറുണ്ട് കുടുംബശ്രീ ബേസിസിൽ, അതിൽ നിന്ന് അവർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദി കേസസിലും അവര് ലോണ് കൊടുക്കുകയും ആ ലോണ് ഓരോ അംഗങ്ങൾ എടുക്കുകയും അത് അവരുടെ എക്സ്പെൻസ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യണം. ചിലപ്പോൾ അവർക്ക് പലപ്പോഴും ആ എമൗണ്ട് തിരിച്ചടയ്ക്കണം എന്നില്ല, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. സോ ഇങ്ങനെയുള്ള ലേഡീസിന് എന്തായിരിക്കും ഒരു സേവ് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ നിന്ന്? ഇതില് സത്യം പറഞ്ഞാല് കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. ഇപ്പൊ നമ്മൾ ഇതിനെ പറ്റിയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. 25 വർഷമായി ഇത് വരുന്നത്. ഇപ്പൊ ഞാൻ ബോംബെയിലൊക്കെ ഞാൻ ഉള്ളപ്പോഴും പിന്നെ നമ്മുടെ ഫണ്ട് മാനേജേഴ്സ് ബോംബെ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരോടൊക്കെ ഞാനിപ്പോൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്ത്രീകൾക്ക് കേരളത്തിൽ അഡ്വൈസ് കൊടുക്കാൻ പറയുമ്പോൾ അവര് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം കേരളത്തിൽ ഈ കുടുംബശ്രീയൊക്കെയുള്ള സ്ത്രീകളാണ്. അപ്പൊ അവര് ഞങ്ങൾ അഡ്വൈസ് കൊടുക്കണ്ട, അവരെയാണ് ഞങ്ങൾ അഡ്വൈസ് എടുക്കുന്നത്. അപ്പൊ അത്ര ഒരു റെസ്പെക്റ്റാണ് കേരളത്തിലത്തെ സ്ത്രീകളെ കുറിച്ച്, എസ്പെഷ്യലി കുടുംബശ്രീ യൂണിറ്റിലേക്കുള്ള ആൾക്കാരെ കുറിച്ച്. അപ്പോൾ ഇതിലുള്ള കുടുംബശ്രീ ഒരു 20 പേര് കൂടുന്നു, എന്നിട്ട് അതിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് ലോൺ കൊടുക്കുന്നു. അപ്പൊ ലോൺ കൊടുക്കുമ്പോൾ കുടുംബശ്രീയിലുള്ള എല്ലാത്തിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ലോൺ കൊടുത്തിട്ട് എന്ത് ഉപയോഗിക്കുന്നുള്ളത്. കടം വീട്ടാനായിട്ട് പലിശ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലോൺ എടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെക്കൻഡ് പ്രോബ്ലം. അപ്പൊ അങ്ങനെ പലപ്പോഴും നടക്കുന്നത്. പല ആൾക്കാരും ചിലപ്പോൾ ഗോൾഡ് പണയം വെച്ചിട്ടുണ്ട്, എന്നിട്ട് ആ ഗോൾഡ് പണയം പുതുക്കി വെക്കാനായിട്ടായിരിക്കും ഈ കുടുംബശ്രീ എന്നുള്ള ലോൺ എടുത്തിട്ട്. അത് ഭയങ്കര മിസ്റ്റേക്കാണ്, അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. പക്ഷേ ഇവൻ നമ്മുടെ ഓഫീസിൽ തന്നെ ശോഭന ചേച്ചിയൊക്കെ ചില കുടുംബശ്രീയുടെ വലിയ ആൾക്കാർ ഞാൻ അപ്പോൾ അവരൊക്കെ ഇന്ന് ശോഭന ചേച്ചി ഇല്ല, ശോഭന ചേച്ചിനെ വിടുത്തിയാണ് ഗേൾസ് ചെയ്തിട്ട്. അങ്ങനെ ചേച്ചിയൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഇവര് കുടുംബശ്രീയായിട്ട് പൈസ കളക്ട് ചെയ്തിട്ട് എന്നിട്ട് ഇവര് അച്ചാറുണ്ടാക്കുന്നു, ഹോൾസെയിലായിട്ട് പല സ്ഥലങ്ങളിൽ സാധനങ്ങൾ മിക്സിയൊക്കെ വാങ്ങുന്നു, എന്നിട്ട് അവർ നാട്ടിൽ പുറത്തുവിട്ടിട്ട് വിൽക്കുന്നു, എന്നിട്ട് അതിൽ നിന്നുള്ള ലാഭം എടുത്തിട്ട് പലരും ചെയ്യുന്നു. ഇതൊക്കെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള യൂണിറ്റാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ലോൺ എടുക്കുമ്പോൾ ആകെ നോക്കേണ്ട കാര്യത്തിലുള്ളൂ ഈ ലോൺ ഉപയോഗിക്കുന്നത് എന്തിനാണ്. അത് അടുത്ത എക്സ്പെൻസിന് വേണ്ടിയിട്ടാണോ, അടുത്ത ലോൺ വീട്ടാനാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് ഐഡിയ. അത് കുടുംബശ്രീയുടെ പ്രശ്നമല്ല, നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നമാണ്. പക്ഷെ അതിന് പകരം ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയിൽ നിന്ന് എന്തെങ്കിലും രീതിയിൽ ഇൻകം ഉണ്ടാക്കാൻ നോക്കുകയും എന്നിട്ട് അതിൽ നിന്ന് ലാഭം എടുത്തിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇവർ അതുകൂടാണ്ട് അതും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ രക്ഷപ്പെട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഹായ് സർ, എൻ്റെ പേര് നീതു എന്നാണ്. ഞാൻ ക്വാളിറ്റി എക്സിക്യൂട്ടീവ് ആണ്. ആക്ച്വലി ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ പൊതുവെ എല്ലാവരും പറയാറുണ്ട് ഒരിക്കലും നമ്മൾ ലോൺ എടുത്തിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യരുത് എന്നുള്ളത്. അപ്പൊ എനിക്ക് ചോദിക്കുന്നത്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാൾക്ക് അവർക്കും ഫിനാൻഷ്യൽ ബാക്കപ്പ് വളരെ കുറവായിരിക്കും, അവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും, വീട് വെക്കുക, അവരുടെ കല്യാണം. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് ലോൺ എടുക്കാണ്ട് പറ്റില്ല. സോ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ അവർ ഓവർകം ചെയ്യുമ്പോൾ സാറിന്റെ ഒരു അഡ്വൈസ് എന്താണെന്ന്? ഈ പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത്. ഇത് ചോദിക്കുകയാണെങ്കിലും ശരിയാണ്, നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നമുക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റില്ല. പക്ഷെ ഈ ആഗ്രഹത്തിൻ്റെത് നമ്മൾ നോക്കേണ്ട കാര്യം, ഇത് മാറ്റിവെക്കാൻ പറ്റാനായിട്ട് ചില ചാൻസ് ഉണ്ടോ. പിന്നെ നമ്മുടെ ഇപ്പോഴും എല്ലാ ആഗ്രഹത്തിലും നീഡും വാണ്ടുണ്ട്. കല്യാണം കഴിക്കണം എന്നുള്ളത് നീഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് വളരെ ആഡംബരമായിട്ട് കല്യാണം കഴിക്കണം എന്നുള്ളത് വാണ്ടാണ്. അപ്പൊ അത് ആ ലെവലിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ലോൺ എടുക്കണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതേമാതിരി ലോൺ എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഇൻകം എത്രയാണ്, ആ ഇൻകം വെച്ചിട്ട് നമുക്ക് അടച്ചു തീർക്കാൻ പറ്റും ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടി എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് നല്ലതാണ്. കല്യാണം കഴിക്കണമെങ്കിൽ ഒന്നുകൂടി നല്ല കാര്യം. കാരണം വെച്ചാൽ ഹസ്ബൻഡിനും വൈഫിനും ഒന്നും ചെയ്തിട്ട് രണ്ടുപേർക്കും ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ നിന്ന് ഈ പറഞ്ഞ പ്രശ്നം ഒന്ന് ലോൺ അടച്ച് ക്ലിയർ ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ ലോൺ എടുക്കണ്ട എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം പറഞ്ഞാൽ. പിന്നത്തെ കാര്യം വെച്ചാൽ നമ്മൾ എടുക്കാൻ പോണ പർപ്പസ് എത്ര ക്രിട്ടിക്കലാണ്, അത് അത്ര അത്യാവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. ഇപ്പൊ ചില ടൈമിലൊക്കെ ഭയങ്കര വയസ്സായിട്ടുള്ള ആളുകൾ കല്യാണം കഴിക്കാനായിട്ട് ഫിനാൻഷ്യലി സെറ്റിൽ ആവട്ടെ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കും. അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കല്യാണം കഴിക്കുക, ഒരു മിതത്വത്തിൽ കല്യാണം കഴിക്കുക, എക്സ്പെൻസീവ്. കാരണം നമുക്ക് കല്യാണം കഴിക്കാന്നുള്ള ഇമ്പോർട്ടൻറ്റ്, അല്ലാതെ ഭയങ്കര ആർഭാടമായിട്ട് ചെയ്യണം എന്നുള്ളതല്ല. അതേമാതിരി ചിലപ്പോൾ കാർ വാങ്ങുന്നത്, ബൈക്ക് വാങ്ങുന്നത്, ഇതെല്ലാവരും ചിലപ്പോൾ ബൈക്ക് വാങ്ങുന്നത് ചിലപ്പോൾ ഓഫീസിലേക്ക് വരാനായിട്ട് ഭയങ്കര ഈസിയായിരിക്കും. അതിന്റെ പേരിൽ നമുക്ക് ചിലപ്പോൾ ഒരു മണിക്കൂർ ബസ്സിൽ കാത്തു നിൽക്കുന്ന അവസരം പറ്റില്ല. നമുക്കൊരു എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ സേവ് ചെയ്യാൻ പറ്റും. അതൊക്കെ ചിലപ്പോൾ നമ്മുടെ എൻ്റെ വർക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനും നല്ലൊരു പ്രൊമോഷൻ കിട്ടാനൊക്കെ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ എന്താണെന്ന്, ഏത് പർപ്പസിനാണ് ലോൺ എടുക്കുന്നത് മനസ്സിലായിട്ട് ലോൺ എടുക്കണമെങ്കിൽ തെറ്റില്ല. അല്ലാതെ എപ്പോഴും നോക്കേണ്ട കാര്യത്തിൽ ആഡംബരത്തിന് ലോൺ എടുക്കാതെ ആവശ്യത്തിന് ലോൺ എടുക്കാനായിട്ടുള്ളത് ഇത്തിരി ഡിലേ ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തി അധികം കയ്യിൽ ഒതുങ്ങുന്ന ലോൺ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്താൽ ശരി. ഇനി ആരും ഹായ്, എൻ്റെ പേര് അലീന. ഇപ്പൊ നീതു ചോദിച്ചതിന്റെ ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള രീതിയിലാണ് ഈ വിവാഹപ്രായം എത്തിയ പെൺകുട്ടികൾ പാരന്റ്സിന് ഒരു ബാധ്യത പോലെ ഇപ്പോൾ. കാരണം വെച്ചാൽ ഒരുപാട് ലൈബിലിറ്റീസ് അതിനുശേഷം ആ കല്യാണത്തിന് ശേഷം വരുന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ
ഇപ്പോ ഒരു പാരന്റ്സിന് ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരുടെ ഭാവി ഒരു കൺസേൺ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ പാരന്റ്സിന് ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റീസ്, അതായത് ഇവർക്ക് ആ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ, കുട്ടികൾക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ കുട്ടി ജനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിനുശേഷം എങ്ങനെ അവർക്ക് വേണ്ടിയിട്ടൊരു സേവിങ്സ് ഉണ്ടാക്കുക, ആ രീതിയിൽ ഒരു അഡ്വൈസ് എങ്ങനെ കൊടുക്കാം? ഇതില്ലേ നമ്മളിപ്പോ ഇന്ന് നമ്മൾ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളുടെ ഒരു രീതിയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാരന്റ്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പാരന്റ്സിനോടുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാൽ പാരന്റ്സിന് ശരിയാണ്, നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഡെഫിനറ്റ്ലി ആ റെസ്പോൺസിബിലിറ്റി. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവരുടെ റിട്ടയർമെന്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ റിട്ടയർമെന്റ് ആണ്. എഡ്യൂക്കേഷൻ, ബേസിക് എഡ്യൂക്കേഷൻ കൊടുത്താൽ മതി, അല്ലാതെ കടമെടുത്തിട്ട് കുട്ടീനെ കൊണ്ടുപോയിട്ട് മറ്റുള്ള വലിയ എഡ്യൂക്കേഷൻ ഒന്നും കൊടുക്കണമെന്നില്ല. ആ ബേസിക് എഡ്യൂക്കേഷൻ, ഞാൻ ഇപ്പൊ ഇതിന് 2 ക്ലോസ് ഉണ്ട്. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളെ ഓസ്ട്രേലിയയിൽ പാരന്റ്സ് കടം വാങ്ങിയിട്ട് വിട്ടു. എൻ്റെ ഫ്രണ്ട് ഭയങ്കര ഉഴപ്പനായിരുന്നു. ഉഴപ്പെന്ന് ഒന്നും പറഞ്ഞാൽ പറ്റില്ല, എന്നാലും അത്യാവശ്യം. പക്ഷെ ലോൺ എടുത്ത് അവിടെ വിട്ടപ്പോൾ ഇയാൾക്ക് മനസ്സിലായി അച്ഛൻ എന്തോ ബുദ്ധിമുട്ടിയിട്ടാണ് ആ ലോൺ എടുക്കുന്നത്. അതിന്റെ വേണ്ടി ഇയാൾ സീരിയസ് ആയി. എന്നിട്ട് പഠിച്ച് വളരെ സക്സസ് ആയിട്ട് ഇപ്പൊ ഓസ്ട്രേലിയയിൽ വളരെ സക്സസ് ആയിട്ട് ജീവിക്കുന്നുണ്ട്. അത് നല്ലൊരു തീരുമാനമാണ് അവരുടെ പാരന്റ്സ് എടുത്തത്. പക്ഷെ എല്ലാ ഫാമിലിയിലും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ അയാളുടെ പാരന്റ്സിനെ മൊത്തം ഇയാൾ നോക്കുന്നുണ്ട്, പക്ഷെ എല്ലായിടത്തും അങ്ങനെ നടക്കണമെന്നില്ല. അപ്പൊ ഇതിന് ഒന്നാമത്തെ കാര്യം, ഏറ്റവും ആദ്യം കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമുക്കറിയാം 17ാമത്തെ വയസ്സിൽ ഡിഗ്രിക്ക് വിടണം, 21ാമത്തെ വയസ്സിൽ PGക്ക് വിടണം. ഇനി കല്യാണം കഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 25 27 വയസ്സിൽ കല്യാണം കഴിപ്പിക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പൊ ഇതിൽ തന്നെ മാറ്റി വെക്കാവുന്ന കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ കല്യാണം വേണമെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാമെന്ന് തീരുമാനിക്കാം. എന്നിട്ട് ആ പൈസ ഉണ്ടെങ്കിൽ റിട്ടയർമെന്റ് വയ്ക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ആസ് എ പാരന്റ് നമ്മൾ അവർ തീരുമാനിക്കണം ഏതാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പോൾ ഇവൻ റിട്ടയർമെന്റ് ടൈമിൽ കുട്ടികൾക്ക് ഒരു ഡിപ്പെൻഡൻസി ഇല്ലാതെ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാന്നുള്ളതിന് കുട്ടികൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഫേവറാണ്. അതേമാതിരി കുട്ടികൾ എഡ്യൂക്കേഷൻ നടക്കുന്ന ടൈമിൽ ആലോചിക്കേണ്ട കാര്യമുള്ളത് പാരന്റ്സ് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവർ ചെയ്തു തരുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു കോമ്പിനേഷനിൽ അവർക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പാരന്റ്സിനും വലിയൊരു ലൈബിലിറ്റി ആവുക, അതേമാതിരി കുട്ടികൾക്കും കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഇന്ന് നമ്മൾ എനിക്ക് തോന്നുന്നു കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവുന്ന മണി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ കേൾക്കുന്നത് മറ്റുള്ളവർക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഹോപ്പ്. ഇന്നത്തെ ഇത്രയും ക്വസ്റ്റ്യനിൽ നിന്ന് അങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസും കവേർഡ് ആയിട്ടുണ്ട്, അതിനോടൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം അത് വെച്ചിട്ട് എല്ലാവർക്കും ആക്ഷൻ എടുക്കാൻ പറ്റട്ടെ. അടുത്ത ഈ വുമൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾക്ക് വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് മാർച്ച് 8 എല്ലാ ദിവസവും. അപ്പൊ ഈ ഇത് കഴിഞ്ഞിട്ട് അടുത്ത വുമൻസ് ഡേ ബെഞ്ച് മാർക്ക് ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പലർക്കും ഇൻസ്പിറേഷൻ ആയിട്ട് എല്ലാവർക്കും ഒരു ആക്ഷൻ എടുത്തിട്ട് ലൈഫിൽ മുന്നേറാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞിട്ട് ഇന്നത്തെ സെഷൻ താങ്ക് യു സോ മച്ച്.